കട്ടയ്ക്ക് റിമാൻഡ് റിപ്പോർട്ടും തയ്യാറാക്കി വരുന്ന പോലീസ് ഏമാന്മാർക്ക് അറിഞ്ഞൂടെ? അഞ്ചരക്കണ്ടി ദന്തൽ മെഡിക്കൽ കോളേജിലെ നിതിൻ രാജ് എന്ന് പറയുന്ന വിദ്യാർത്ഥി അവിടുത്തെ അധ്യാപകന്റെ നിരന്തരമായ മാനസിക പീഡനം മൂലം മരിച്ച വാർത്ത കേരളത്തിലെ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി. കേരളത്തിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒഴിച്ച്, പോലീസ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ പറയാൻ കാരണം, നിതിൻ രാജ് മരിച്ചത് റാം എന്ന് പറയുന്ന അധ്യാപകന്റെ പീഡനം മൂലമാണെന്ന് എല്ലാ തരത്തിലും തെളിവുണ്ടായിട്ടും പോലീസ് പറഞ്ഞത് നിതിൻ രാജിന്റെ മരണത്തിന് കാരണം റാമല്ല, പകരം 15,000 രൂപ ലോൺ എടുത്തിരുന്ന ഒരു ലോൺ ആപ്പുകാരാണെന്നാണ്. നിതിൻ രാജിന്റെ മരണത്തിന് കാരണക്കാരനായ റാമിന്റെ അറസ്റ്റ് ഒഴിവാക്കാനായിട്ട് ഇവിടുന്ന് നേരെ യു പി പോയി. ഇങ്ങനെ യു പിയിൽ നിന്ന് ലോൺ ആപ്പുകാരെ പിടിച്ചോണ്ട് വന്ന് ഡോക്ടർ റാമിന്റെ മുഖം രക്ഷിക്കാൻ നോക്കി. അതിനിടയ്ക്ക് സെഷൻസ് കോടതി പോയിട്ട് ആന്റിസിപ്പേറ്ററി ബെയിലിന് ഒരുക്കാനുള്ള എല്ലാ സാഹചര്യവും പോലീസ് ഒരുക്കി. പക്ഷെ അവിടെ നിന്നും ജാമ്യം കിട്ടിയില്ല. ഹൈക്കോടതി പോകാനുള്ള സാഹചര്യങ്ങളും പോലീസ് ഒരുക്കി. അവിടെ നിന്നും ജാമ്യം കിട്ടിയില്ല. അവസാനം സുപ്രീം കോടതി കടുത്ത രൂക്ഷ വിമർശനത്തോടെ ഈ റാമിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ തള്ളുകയാണ് ഉണ്ടായത്. എന്നിട്ടും പോലീസിന് അയാളെ പിടിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ പിടിക്കാൻ തോന്നിയില്ല. കേരള ഹൈക്കോടതി സ്വമേധയാ ഒരു പരാമർശം നടത്തി, എന്താ നീതി നടപ്പാക്കാൻ കേരള പോലീസിന് വിറയലാണോ എന്ന് ചോദിച്ചു. അത് ഇവർക്കൊരു കേരള പോലീസിന് ഒരു മാനക്കേടായി എന്ന് പറയുന്ന ഒരു നിമിഷം അവര് കർണാടകയിൽ നിന്ന് എവിടുന്നോ പോയി പിടിച്ചുകൊണ്ട് വന്നു എന്ന് നമ്മൾ എല്ലാരും പറഞ്ഞ് ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത വാർത്ത വരുന്നു, അറസ്റ്റ് മെമ്മോ അല്ലെങ്കിൽ റീസൺ ഓഫ് ദ അറസ്റ്റ് കൃത്യമായിട്ട് കൊടുത്തില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ കോടതി അയാൾക്ക് ജാമ്യം അനുവദിച്ചു. സുപ്രീം കോടതി നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞാണ് ഡോക്ടർ റാമിനെ കോടതി വിട്ടയച്ചത്. ഇത്രയും വലിയ ഒരു കൊടും ക്രിമിനലിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപ്പിലാക്കേണ്ട നടപടികളെ കുറിച്ച് കേരള പോലീസിലെ മുതിർന്ന ഏമാന്മാർക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണോ? ചെറിയൊരു അടിപിടി കേസായിരുന്നാലും ചെറിയൊരു മോഷണ കേസായിരുന്നാലും കട്ടയ്ക്ക് റിമാൻഡ് റിപ്പോർട്ടും തയ്യാറാക്കി വരുന്ന പോലീസ് ഏമാന്മാർക്ക് അറിഞ്ഞൂടെ? എങ്ങനെയും റാമിനെ ജയിലിൽ അടയ്ക്കാതെ നോക്കണം. അതിന് ഏമാന്മാരെല്ലാം കൂടെ നടത്തിയ ഒരു ഗൂഢാലോചനയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, അറസ്റ്റിന്റെ റീസൺ അത്ര കൃത്യമായിട്ട് എഴുതണ്ട, അത് കോടതി കണ്ടുപിടിക്കുമ്പം അയാൾക്ക് ജാമ്യം കൊടുത്ത് വിട്ടോളും എന്നുള്ള ഗൂഢാലോചന തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് സ്പഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ പോലീസിന് ഇങ്ങനെയുള്ള പ്രതികളെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു കീഴ്വഴക്കം തുടർന്നു പോകും. കോടതി ഭരണഘടനാപരമായ ലംഘനങ്ങൾ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു പ്രതിയെ റിമാൻഡ് ചെയ്യത്തില്ല. ഇനി ശ്രദ്ധിക്കേണ്ടത് കോടതിയാണ്. ഇത്തരത്തിൽ മനഃപൂർവ്വം അറസ്റ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ട നടപടികളോ പാലിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടിയെടുക്കണം. സസ്പെൻഷനും ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണവും എല്ലാം പ്രഖ്യാപിച്ച് വീട്ടിലിരുത്തിയാലേ ഈ ഏമാന്മാരുടെ ഈ സൂക്കേട് മാറിക്കിട്ടുള്ളൂ. എന്തൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കാര്യമിടാ. 12 കൊല്ലം പട്ടിയുടെ വാല് കുഴലിട്ടാൽ അത് വളഞ്ഞേ.